പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന്റെ 2ാം ഞായറാഴ്ചയാണെന്ന്. അതിന്റെ പ്രാധാന്യം പോലെ തന്നെ ഇന്ന് മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിന്റെ ദിവസം, പുതുഞായർ ദിവസമാണെന്ന്. നമ്മുടെ വിശ്വാസ പിതാവായ മാർത്തോമാ ശ്ലീഹ ഈശോയെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആ കാര്യം പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസവുമാണല്ലോ ഇന്ന്. എല്ലാവർക്കും പുതുഞായറിന്റെ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിലെ വായനയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഹൃദയപരമാർത്ഥതയോടെ തന്നെ കാണാനും അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്ന ആരിൽ നിന്നും ഈശോ മാറി നിൽക്കില്ല എന്നാണ് തോമാസ് ശ്ലീഹായുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ പത്രോസിനും മറ്റു ആളുകൾക്കുമൊക്കെയായി ഈശോ പ്രത്യക്ഷപ്പെട്ടല്ലോ, ഇനി ഈശോ ഒരാൾക്ക് വേണ്ടി വരുമോ എന്നൊരു സംശയമൊന്നും തോമാസ് ശ്ലീഹായുടെ മനസ്സിലുണ്ടായിരുന്നില്ല. തനിക്ക് ഈശോയുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട ആ ഒരു അനുഭവത്തെക്കുറിച്ച്, ആ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം അതിന് തനിക്ക് അവകാശമുണ്ടെന്ന് കരുതി. അതിൻ്റെ മുമ്പിൽ ഈശോ തോറ്റ്, സ്നേഹത്തിന്റെ പേരിൽ തോറ്റ് തോമാസ് ശ്ലീഹായുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കണ്ടേ വിശ്വസിക്കൂ എന്നത് അവിശ്വാസി ആയതുകൊണ്ടല്ല, ഈശോയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേരിലുള്ള ശാഠ്യമായിരുന്നു. അതിന്റെ തെളിവായിരുന്നു തോമാസ് ശ്ലീഹ വാശി പിടിച്ചത്. ഈശോയ്ക്ക് പകരം, യഥാർത്ഥ ദൈവത്തിന് പകരം മറ്റെന്തെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. ഈശോ ദർശനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടോ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതോ ഒന്നും കൊണ്ട് തൃപ്തിപ്പെടാൻ ഒരുക്കമായിരുന്നില്ല. ഈശോയെ തന്നെ കിട്ടണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. നമ്മൾ ദൈവസ്ഥാനത്ത് പലതും കണ്ട് അവ കൊണ്ട് സംതൃപ്തിപ്പെടാനും ദൈവത്തെക്കാൾ കൂടുതലായി അത്തരം വ്യക്തികളെയോ വസ്തുക്കളെയോ ഒക്കെ കണ്ടും അനുഭവിച്ചും സംതൃപ്തി അടയാനും തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരും. ദൈവത്തെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ 1ാം സ്ഥാനത്ത് ദൈവത്തെ നിർത്തുന്നെങ്കിൽ, നമ്മുടെ കൂടെയും നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവം ഇറങ്ങി വരും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്, തെളിവ് കൂടിയാണ് ഇന്നത്തെ തോമാസ് ശ്ലീഹായ്ക്ക് ഈശോയെ അനുഭവിക്കാൻ സാധിച്ച സന്ദർഭം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതുഞായർ ദിവസത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവിൻ്റെ ഈ ദിവസം ഉയർത്തെഴുന്നേറ്റ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. തോമാസ് ശ്ലീഹായെ പോലെ ഞങ്ങളും അങ്ങയെ ആഴത്തിൽ സ്നേഹിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ഞങ്ങളുടെ ഹൃദയത്തിലേക്കും അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ അങ്ങയെ കണ്ട് മാത്രം സംതൃപ്തി അടയാനും മറ്റൊന്നുകൊണ്ടും സംതൃപ്തരാകാതിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉയർത്തെഴുന്നേറ്റ ഈശോയെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.